RAC ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം AC സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന മോട്ടറുകളിലും മറ്റും ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള കപ്പാസിറ്ററുകളെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു കപ്പാസിറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ പിക്ചറിൽ ലെഫ്റ്റ് ഭാഗത്തുള്ള ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ ഒരു കപ്പാസിറ്റർ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഡിവൈസാണ്. കപ്പാസിറ്ററിന് രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് പരസ്പരം പാരലലായിട്ട് വെച്ചിരിക്കുന്ന വൈദ്യുതി കടത്തിവിടുന്ന രണ്ട് മെറ്റൽ പ്ലേറ്റുകൾ അല്ലെങ്കിൽ ഷീറ്റുകളാണ്. രണ്ടാമത് ഈ പ്ലേറ്റുകളുടെ ഇടയിൽ വെച്ചിരിക്കുന്ന വൈദ്യുതി കടത്തിവിടാത്ത ഡൈഇലക്ട്രിക് എന്ന പദാർത്ഥവുമാണ്. ഡയഗ്രത്തിൽ ഈ രണ്ട് പാരലൽ പ്ലേറ്റുകൾ ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സെല്ലിന് പോസിറ്റീവ് നെഗറ്റീവ് എന്നിങ്ങനെ രണ്ട് ടെർമിനൽസ് ഉണ്ട്. ഈ രണ്ട് ടെർമിനൽസ് ആണ് നമ്മൾ കപ്പാസിറ്ററിനോട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ കപ്പാസിറ്റർ ചാർജിങ് എന്നാണ് പറയുന്നത്. ചാർജിങ് നടക്കുന്ന സമയത്ത് സെല്ലിൽ നിന്നുള്ള ഇലക്ട്രോൺസ് കപ്പാസിറ്ററിൻ്റെ ഏതെങ്കിലും ഒരു പ്ലേറ്റിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ വലതുവശത്തെ പ്ലേറ്റിലാണ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ആ വലതുവശത്തെ പ്ലേറ്റ് നെഗറ്റീവ് ചാർജ് ഉള്ളതായിട്ട് മാറുന്നു. കാരണം ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഇടതുവശത്തെ പ്ലേറ്റിന് ചാർജ് ഒന്നും ഇല്ലാത്തതിനാൽ അതിന് പോസിറ്റീവ് ചാർജ് ഉള്ളതായിട്ട് മാറുന്നു. അപ്പോൾ അതിൻ്റെ നടുക്ക് വെച്ചിരിക്കുന്ന ഡൈഇലക്ട്രിക് എന്ന് പറയുന്ന മെറ്റീരിയലിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു കപ്പാസിറ്റർ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ കപ്പാസിറ്റർ മറ്റൊരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ കപ്പാസിറ്ററിനുള്ളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസ് ആ സർക്യൂട്ടിലേക്ക് മാറ്റപ്പെടുന്നു. ഇതിനെയാണ് കപ്പാസിറ്റർ ഡിസ്ചാർജിങ് എന്ന് പറയുന്നത്. പല തരത്തിലുള്ള കപ്പാസിറ്ററുകൾ നിലവിലുണ്ട്. അപ്പോൾ അതിൽ ഈ രണ്ട് പാരലൽ പ്ലേറ്റിനിടയിൽ വെച്ചിരിക്കുന്ന ഏത് മെറ്റീരിയലാണോ ഡൈഇലക്ട്രിക് ആയിട്ട് ഉപയോഗിക്കുന്നത് ആ മെറ്റീരിയലിൻ്റെ പേരാണ് ആ കപ്പാസിറ്ററിന് നൽകാറുള്ളത്. എന്നാൽ ചില കപ്പാസിറ്ററുകൾക്ക് ഒരു സർക്യൂട്ടിൽ അതെങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതനുസരിച്ചുള്ള പേരുകളാണ് ഇടുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ പലതരത്തിലുള്ള കപ്പാസിറ്റേഴ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത് കാണിച്ചിരിക്കുന്ന കപ്പാസിറ്ററിലെ പേപ്പർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിലുപയോഗിക്കുന്ന ഡൈഇലക്ട്രിക് മീഡിയം പേപ്പറാണ്. രണ്ടാമത്തെ കപ്പാസിറ്ററിൽ പോളിസ്റ്റൈറീൻ എന്ന് പറയുന്ന പോളിമറാണ് ഡൈഇലക്ട്രിക് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ കപ്പാസിറ്ററിൻ്റെ പേര് നൽകിയിരിക്കുന്നത് ബൈപോളാർ എന്നാണ്. അപ്പോൾ അതിന് പൊളാരിറ്റി ഇല്ല, അതായത് നമുക്ക് ഏത് ഡയറക്ഷനിലും വേണമെങ്കിലും അത് കണക്ട് ചെയ്യാൻ പറ്റും. നാലാമത്തെ കപ്പാസിറ്ററിൽ ഇലക്ട്രോലൈറ്റിക് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന മീഡിയമാണ് ഡൈഇലക്ട്രിക് ആയിട്ട് ഉപയോഗിക്കുന്നത്. അവസാനത്തെ മൂന്ന് കപ്പാസിറ്ററുകൾ അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഫീഡ് ത്രൂ കപ്പാസിറ്ററുകളാണ്, ചില പ്രത്യേക സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ ട്രിമ്മർ കപ്പാസിറ്ററുകളാണ്, ഇവ ഉപയോഗിക്കുന്നത് റേഡിയോ റിസീവറുകളിലാണ്. പിന്നെയുള്ളത് വേരിയബിൾ കപ്പാസിറ്ററാണ്. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ മാറ്റാൻ പറ്റുന്ന കപ്പാസിറ്ററുകളെയാണ് വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെറാമിക് കപ്പാസിറ്റർ, ടൻടാലം ഇലക്ട്രോലൈറ്റ് കപ്പാസിറ്റർ എന്നിങ്ങനെയുള്ള കപ്പാസിറ്ററുകൾ നിലവിലുണ്ട്. ഇവിടെ വലതുഭാഗത്ത് കാണിച്ചിരിക്കുന്നത് ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ സെക്ഷനാണ്. അപ്പോൾ അതിൽ ഡൈഇലക്ട്രിക് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത് അലുമിനിയം ട്രയോക്സൈഡ് പോലുള്ള ഒരു മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കപ്പാസിറ്ററുകളെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് വൈദ്യുതി കടത്തിവിടുന്ന രണ്ട് പാരലൽ പ്ലേറ്റുകൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ മധ്യത്തിൽ ഇലക്ട്രോലൈറ്റിക് മെറ്റീരിയൽ വെച്ച ശേഷം റൗണ്ട് ഷേപ്പിൽ ചുരുട്ടിയെടുത്ത് ഉണ്ടാക്കുന്നതാണ് ഇത്തരത്തിലുള്ള ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകൾ. ഈ കാണിച്ചിരിക്കുന്നത് DC സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ്. ഇത്തരത്തിലുള്ള കപ്പാസിറ്ററുകൾക്ക് പൊളാരിറ്റി ഉണ്ട്. പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ അതിന് പോസിറ്റീവ് നെഗറ്റീവും അതല്ലെങ്കിൽ രണ്ട് ടെർമിനലുണ്ട്. അപ്പോൾ അത് സർക്യൂട്ടിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മൾ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യേണ്ടതാണ്. അതല്ല എങ്കിൽ ഈ കപ്പാസിറ്റർ ഡാമേജ് ആയിട്ട് പോകുന്നതായിരിക്കും. പൊളാരിറ്റി അതിൽ വേഗം മനസ്സിലാക്കാൻ വേണ്ടി അതിൽ ഒരു ലെഗിന് നീളം കുറച്ചാണ് അവർ കട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ അതേ ലെഗിൻ്റെ സൈഡിലായിട്ട് ഒരു വൈറ്റ് കളറുള്ള ലൈനും ഉണ്ടാവും. അത് നെഗറ്റീവ് സൈഡാണ്. അതിൻ്റെ അപ്പറേ സൈഡ് പോസിറ്റീവ് സൈഡാണ്. കപ്പാസിറ്റൻസിൻ്റെ യൂണിറ്റ് ഫാരഡ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ F കൊണ്ടാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷേ ഫാരഡ് വലിയൊരു യൂണിറ്റ് ആയതുകൊണ്ട് കപ്പാസിറ്ററുകളുടെ കപ്പാസിറ്റി ഡിനോട്ട് ചെയ്യാൻ വേണ്ടി അവ മൈക്രോ ഫാരഡ്, നാനോ ഫാരഡ് എന്നിങ്ങനെയുള്ള യൂണിറ്റുകളിലാണ് അറിയപ്പെടുന്നത്. AC സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന കപ്പാസിറ്ററുകളിൽ MFD എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതിൽ M എന്ന് ഉദ്ദേശിക്കുന്നത് മൈക്രോ എന്നാണ്, അതായത് മൈക്രോ ഫാരഡ് എന്നാണ് അത് വായിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് സിംഗിൾ ഫേസ് AC ഇൻഡക്ഷൻ മോട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ്. ഇത് മോട്ടോറിൻ്റെ സ്റ്റാർട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു സിംഗിൾ ഫേസ് മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യമായ സ്റ്റാർട്ടിംഗ് ടോർക്ക് അഥവാ കറങ്ങാനുള്ള ശക്തി കൊടുക്കുക എന്നാണ് ഇത്തരത്തിലുള്ള കപ്പാസിറ്ററുകളുടെ ധർമ്മം. ഇവയ്ക്ക് ഡബിൾ MFD വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അവിടെ 80/100 MFD എന്ന് എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടിയ കപ്പാസിറ്റർ ആണെങ്കിൽ അത് 100/120 ആയിരിക്കും. കൂടാതെ ഈ കപ്പാസിറ്റർ വർക്ക് ചെയ്യുന്ന ഫ്രീക്വൻസി അത് 50 ഹെർട്സ് ആണ്. കൂടാതെ അത് വർക്ക് ചെയ്യുന്ന ടെമ്പറേച്ചർ റേഞ്ച് -30°C തൊട്ട് 70°C വരെയാണ്. ഇത്തരത്തിലുള്ള കപ്പാസിറ്ററുകൾ 2 പ്രധാനപ്പെട്ട ടൈപ്പ് മോട്ടറുകളിലാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ മോട്ടറിനെ CSIR മോട്ടോർ എന്ന് പറയും, അതായത് കപ്പാസിറ്റർ സ്റ്റാർട്ട് ഇൻഡക്ഷൻ റൺ. ഇത്തരത്തിലുള്ള മോട്ടറുകളിൽ സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിന് സീരീസ് ആയിട്ടായിരിക്കും ഈ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി ഏകദേശം അതിൻ്റെ സ്പീഡിൻ്റെ 75% ആയി കഴിയുമ്പോൾ ഒരു സെൻട്രിഫ്യൂഗൽ സ്വിച്ച് അതല്ലെങ്കിൽ ഒരു റിലേ ഉപയോഗിച്ച് ഈ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ നമ്മൾ സർക്യൂട്ടിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് മാറ്റുന്നു. കുറച്ചുകൂടെ കപ്പാസിറ്റി ഉള്ള സിംഗിൾ ഫേസ് മോട്ടോർ വരുന്നത് CSR മോട്ടറാണ്. അപ്പോൾ അതിനെ കപ്പാസിറ്റർ സ്റ്റാർട്ട് റൺ മോട്ടോർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മോട്ടറിലും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സർക്യൂട്ടിൽ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ഉണ്ടാവും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു റിലേ ഉപയോഗിച്ച്, അതിനെ വോൾട്ടേജ് റിലേ എന്ന് പറയും, ഈ റിലേ ഉപയോഗിച്ചിട്ട് സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററിനെ സർക്യൂട്ടിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് മാറ്റുന്നു. പക്ഷേ റണ്ണിംഗ് കപ്പാസിറ്റർ അപ്പോഴും സർക്യൂട്ടിൽ തന്നെ ഉണ്ടാകും. ഇവിടെ കാണിച്ചിരിക്കുന്നത് സീലിംഗ് ഫാനിൽ ഉപയോഗിക്കുന്ന ഒരു റൺ കപ്പാസിറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2.5 മൈക്രോഫാരഡ് ആണ്. അതിൽ ±5 എന്ന് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ടോളറൻസ് ആണ്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ എത്രമാത്രം ചേഞ്ച് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു പാരാമീറ്ററാണ്. അതായത് ഈ 2.5 മൈക്രോഫാരഡിൽ ആ വാല്യൂ 5% കൂടാനോ അതല്ലെങ്കിൽ കുറയാനോ ചാൻസ് ഉണ്ട്. 2.5 എന്ന് പറയുന്നത് ഫിക്സഡ് അല്ല. അപ്പോൾ അത് കാണിക്കുന്ന ഒരു വാല്യൂ ആണ് ഈ ±5. 440 VAC എന്ന് എഴുതിയിരിക്കുന്നത് അത് വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് റേഞ്ചാണ്. ഇത്തരത്തിൽ പല MFD വാല്യൂ ഉള്ള റണ്ണിംഗ് കപ്പാസിറ്ററുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 2 ടൈപ്പ് മോട്ടറുകളിലാണ് ഇത്തരത്തിലുള്ള കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്നത്. ഒന്നാമത്തെ മോട്ടറിനെ PSC മോട്ടോർ അഥവാ പെർമനൻറ്റ് സ്പ്ലിറ്റ് കപ്പാസിറ്റർ മോട്ടോർ എന്ന് പറയും. രണ്ടാമത്തെ മോട്ടോർ CSR മോട്ടോർ, നമ്മൾ മുൻപേ പറഞ്ഞ മോട്ടറാണ്. അതിനെ കപ്പാസിറ്റർ സ്റ്റാർട്ട് റൺ മോട്ടോർ എന്ന് പറയും. ഈ 2 മോട്ടോറുകളിലും സിംഗിൾ ഫേസിനെ സ്പ്ലിറ്റ് ചെയ്ത് മറ്റൊരു ഫേസ് ഉണ്ടാക്കി സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങിലേക്ക് കടത്തിവിടാനാണ് ഈ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത്. ഈ 2 ടൈപ്പ് മോട്ടറുകളിലും മോട്ടർ എത്ര സമയം വർക്ക് ചെയ്യുന്നോ അത്രയും സമയം ഈ റണ്ണിംഗ് കപ്പാസിറ്റർ സർക്യൂട്ടിൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവയിൽ ഡൈഇലക്ട്രിക് മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത് ഇലക്ട്രോലൈറ്റ് അല്ല, പകരം എന്തെങ്കിലും തരത്തിലുള്ള ഓയിലാണ്. സാധാരണയായിട്ട് പാരഫിൻ ഓയിൽ അതല്ലെങ്കിൽ മിനറൽ ഓയിൽ എന്നിങ്ങനെയുള്ള ഓയിലുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു 1 ടൺ സ്പ്ലിറ്റ് ACയിൽ ഉപയോഗിക്കുന്ന ഒരു റൺ കപ്പാസിറ്ററാണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 36 MFD ആണ് വരുന്നത്. അപ്പോൾ 440 VAC എന്ന് പറയുന്നത് ഇത് വർക്ക് ചെയ്യുന്ന മാക്സിമം വോൾട്ടേജ് റേഞ്ചാണ്. ഇത്തരത്തിൽ 46, 60 എന്നിങ്ങനെ പല കപ്പാസിറ്റി ഉള്ള റൺ കപ്പാസിറ്ററുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കപ്പാസിറ്ററിന് ഇതുപോലെ 2 ടെർമിനലുണ്ടാവും. ഈ ടെർമിനലിൽ നമ്മൾ ടെർമിനൽ ക്ലിപ്പ് കണക്ട് ചെയ്ത വയറുകൾ ഉപയോഗിച്ചിട്ടാണ് കണക്ഷൻ കൊടുക്കുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് വിൻഡോ ACകളിലും സ്പ്ലിറ്റ് ACകളിലും ഉപയോഗിക്കുന്ന ഒരു റൺ കപ്പാസിറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ MFD വാല്യൂ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. 40 + 2 MFD എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇതിൽ ഒരു 40 MFDയുടെ ഒരു റൺ കപ്പാസിറ്ററും ഒരു 2 MFDയുടെ റൺ കപ്പാസിറ്ററും ഉണ്ട്. ഇത് ഉപയോഗിക്കുന്നത് 1.5 ടണ്ണോളം കപ്പാസിറ്റിയുള്ള വിൻഡോ ACകളിലും സ്പ്ലിറ്റ് ACയുടെ ഔട്ട്ഡോർ യൂണിറ്റുകളിലുമാണ്. അപ്പോൾ ഇതിൽ 40 MFDയുടെ കപ്പാസിറ്റർ സൈഡ് ഉപയോഗിക്കുന്നത് കംപ്രസറിന് വേണ്ടിയും 2 MFDയുടെ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത് കണ്ടൻസർ ഫാൻ മോട്ടറിന് വേണ്ടിയിട്ടും ആണ്. ഇവയ്ക്ക് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ 3 ടെർമിനൽസ് ആണ് ഉള്ളത്. അപ്പോൾ അതിലൊരു C ടെർമിനൽ ഉണ്ടാവും, ഒരു ഫാൻ ടെർമിനൽ ഉണ്ടാവും, കൂടാതെ ഒരു ഹെർം അല്ലെങ്കിൽ HERM എന്ന് പറയുന്ന മറ്റൊരു ടെർമിനലും കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ കപ്പാസിറ്ററിൽ 2 കപ്പാസിറ്ററുകൾ അടങ്ങിയിട്ടുണ്ട്. അതായത് CHERM എന്ന് പറയുന്ന ഈ 2 ടെർമിനലുകൾക്കിടയിൽ ഒരു റണ്ണിംഗ് കപ്പാസിറ്റർ 40 മൈക്രോഫാരഡിൻ്റെ ഒരു റണ്ണിംഗ് കപ്പാസിറ്റർ ഉണ്ട്. അതുപോലെ തന്നെ C ടെർമിനലിലും ഫാൻ ടെർമിനലിലും ഇടയ്ക്ക് 2 മൈക്രോഫാരഡിൻ്റെ ഒരു ഫാൻ മോട്ടർ കപ്പാസിറ്ററും ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കപ്പാസിറ്ററുകൾ ഉപയോഗിക്കുന്ന സമയത്ത് സ്പ്ലിറ്റ് ACയുടെ ഔട്ട്ഡോർ യൂണിറ്റിലൊക്കെ ആണെങ്കിൽ കംപ്രസറിൻ്റെ കപ്പാസിറ്ററിൻ്റെ കൂടെ ഫാൻ മോട്ടറിന് നമ്മൾ സെപ്പറേറ്റ് കപ്പാസിറ്റർ വെക്കണം. പക്ഷേ ഈ കപ്പാസിറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഫാൻ മോട്ടറിനും കംപ്രസർ മോട്ടറിനും കൂടി ഈ ഒറ്റ കപ്പാസിറ്റർ മതിയാവും. അപ്പോൾ ഇതുപോലെയുള്ള കപ്പാസിറ്ററുകൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും.
നേരത്തെ നമ്മൾ കണ്ട കപ്പാസിറ്ററുകൾക്കൊക്കെ 2 ടെർമിനൽസേ ഉള്ളൂ, പക്ഷേ ഇതിന് 3 ടെർമിനലുണ്ട്. അപ്പോൾ അതിൽ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 2 കപ്പാസിറ്ററും നമ്മൾ PSC ടൈപ്പ് വയറിംഗ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കോമൺ ടെർമിനലിലേക്ക് നമ്മൾ ന്യൂട്രൽ കണക്ഷനാണ് കൊടുക്കുന്നത്. ഇനി ഈ കോമൺ ടെർമിനലിൽ നിന്ന് തന്നെയാണ് മോട്ടോറിൻ്റെ R ടെർമിനലിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത്. ഫാൻ ടെർമിനലിൽ നിന്നും ഫാൻ മോട്ടറിൻ്റെ S ടെർമിനലിലേക്കും കൂടാതെ HERM എന്ന് പറയുന്ന ടെർമിനലിൽ നിന്നും കംപ്രസർ മോട്ടറിൻ്റെ S ടെർമിനലിലേക്കുമാണ് നമ്മൾ സപ്ലൈ കണക്ട് ചെയ്യുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്നത് മറ്റൊരു റണ്ണിങ് കപ്പാസിറ്ററാണ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 20 മൈക്രോഫാരഡാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മോട്ടറിൻ്റെ PSC വയറിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചില തരത്തിലുള്ള റണ്ണിങ് കപ്പാസിറ്ററുകൾക്ക് ഇതുപോലെ മുകളിലൊരു കവറിങ് ഉണ്ടാവും. അപ്പോൾ ഒരു കപ്പാസിറ്റർ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ആണോ അതല്ലെങ്കിൽ റണ്ണിങ് കപ്പാസിറ്റർ ആണോ എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റും. സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ ആണെങ്കിൽ അതിന് ഡബിൾ വാല്യൂ ആയിരിക്കും. 80/100 അതല്ലെങ്കിൽ 100/120 എന്നിങ്ങനെ ഡബിൾ വാല്യൂ ആയിരിക്കും. പക്ഷേ റൺ കപ്പാസിറ്റർ ആണെങ്കിൽ അവയ്ക്ക് സിംഗിൾ വാല്യൂ മാത്രമാണ് ഉള്ളത്.